ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും മീഡിയ വണ്ണും ചാനലും അതുമായി അവർ SDPIയോട് സ്വീകരിക്കുന്ന നയസമീപനങ്ങളെ പറ്റിയും കഴിഞ്ഞ ഒരു 2 വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. വെൽഫെയർ പാർട്ടിയിൽ മുമ്പ് പ്രവർത്തിച്ചിരുന്ന, ഇപ്പോൾ അതിൽ നിന്നും രാജിവെച്ച് നേരത്തെ പുറത്തു വന്നിരുന്ന സംസ്ഥാന നേതാവായിരുന്ന ശ്രീജ നെയ്യാറ്റിൻകരയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ശ്രദ്ധയിൽപ്പെട്ടത്. SDPIയെ മീഡിയ വൺ നിരന്തരമായി SDPIയുമായി ബന്ധപ്പെട്ട വാർത്തകൾ, നെഗറ്റീവ് വാർത്തകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും SDPIയുമായി ബന്ധപ്പെട്ട വ്യാജങ്ങളും തെറ്റായ പ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കാരണങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായത്. ഏതായാലും ശ്രീജ നെയ്യാറ്റിൻകര മുമ്പ് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന നേതാവായിരുന്നു, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഏതായാലും അവർ പറഞ്ഞ കാര്യങ്ങൾ ഫേസ്ബുക്കിലൂടെ എന്താണെന്ന് നോക്കാം. മണിക്കൂറുകൾ ഇടവിട്ട് SDPIക്കെതിരെ വാർത്തകൾ കൊടുക്കുന്ന, ഒരു ദിവസം 10-ലധികം വാർത്തകൾ വരെ SDPIക്കെതിരെ സൃഷ്ടിക്കുന്ന മീഡിയ വണ്ണിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം എന്നോട് ഒരു സുഹൃത്ത് അത്ഭുതത്തോടെ പറഞ്ഞത്, SDPIയുടെ കാര്യത്തിൽ ജനം ടിവിക്ക് ഒരു വെല്ലുവിളിയാണ് മീഡിയ വൺ എന്നാണ്. സത്യത്തിൽ എന്റെ സുഹൃത്തിന് തോന്നിയ ഒരത്ഭുതവും എനിക്ക് അക്കാര്യത്തിൽ തോന്നിയിട്ടില്ല. കാരണം ഞാൻ 9 വർഷങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നത് വെൽഫെയർ പാർട്ടിയിലാണ്. 4 തെരഞ്ഞെടുപ്പ് കാലങ്ങളിലായി ഞാൻ ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ, ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ നടക്കുന്ന മീറ്റിങ്ങുകളിൽ നല്ലൊരു സമയവും ചർച്ച ചെയ്തിരുന്നത് SDPIയെ കുറിച്ചായിരുന്നു. എനിക്ക് അക്കാലത്ത് പലപ്പോഴും തോന്നിയിരുന്ന ഒരു കാര്യം, SDPIയുമായി മത്സരിക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി രൂപീകരിച്ചത് പോലും എന്നായിരുന്നു. അതിനെതിരെ ഞാൻ നമ്മുടെ യഥാർത്ഥ ശത്രു SDPI ആണോ എന്ന രാഷ്ട്രീയ ചോദ്യം ഉന്നയിച്ചതിന്റെ പേരിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റികളിലും ഞാൻ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന KG മോഹനനും തമ്മിൽ നടന്ന പോര് ചെറുതായിരുന്നില്ല. എന്നെ SDPIയുടെ വക്താവായിട്ടായിരുന്നു അയാൾ ചിത്രീകരിച്ചത്. ഈ KG മോഹനാണ് പിൽക്കാലത്ത് BJP നേതാവ് ഗോപാലകൃഷ്ണന്റെ കയ്യിൽ നിന്നും മെമ്പർഷിപ്പ് സ്വീകരിച്ച് BJPയിലേക്ക് പോയ വെൽഫെയർ പാർട്ടി നേതാവ്. അതിനുശേഷം ഞാൻ അയാളെ ഒരിടത്തും കണ്ടിട്ടില്ല. പറഞ്ഞു വരുന്നത്, മീഡിയ വൺ ദിവസവും SDPIക്കെതിരെ 10 അല്ല 100 വാർത്തകൾ കൊടുത്താലും അത്ഭുതപ്പെടാനില്ല എന്നാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമി അത്രമേൽ പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്യുന്ന ഒരു കൂട്ടരാണ് SDPI. ഞാൻ വെൽഫെയർ പാർട്ടി വിട്ടിട്ട് 6 വർഷമാകുന്നു. ഇന്നും SDPI ആണ് അവരുടെ ശത്രു എന്ന് മനസ്സിലാക്കാൻ സോഷ്യൽ മീഡിയയിൽ അഴിഞ്ഞാടുന്ന അവരുടെ പ്രവർത്തകരും മീഡിയ വണ്ണിന്റെ വാർത്തകളും ഏറ്റവും വലിയ തെളിവുകളാണ്. RSS പ്രാന്ത കാര്യാലയം പോലും നിരങ്ങാൻ മടിയില്ലാത്തവരുടെ യഥാർത്ഥ ശത്രു ആരാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണിത്. RSSന്റെ തോഴരായ ജമാഅത്തെ ഇസ്ലാമിക്കാരെ വ്യക്തി അധിക്ഷേപങ്ങളല്ലാതെ, നുണപ്രചരണങ്ങളല്ലാതെ എന്തുണ്ട് നിങ്ങളുടെ കൈ? ശ്രീജ നെയ്യാറ്റിൻകര. ഇതാണ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നുള്ളത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട കക്ഷി ജമാഅത്തെ ഇസ്ലാമിയും അവരെ പ്രതിനിധീകരിക്കുന്ന വെൽഫെയർ പാർട്ടിയുമാണ്. ഈ വെൽഫെയർ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ പിന്തുണക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് തെരഞ്ഞെടുപ്പിലും UDFന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തെരഞ്ഞെടുപ്പുകളിൽ അവർ ഇടപെടുന്നില്ല, അതായത് രാഷ്ട്രീയപരമായിട്ട് അവർ മത്സരിക്കുകയോ കാര്യങ്ങളോ ചെയ്യുന്നില്ല. കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ UDFുമായി സഹകരിച്ചുകൊണ്ട് സ്വതന്ത്രരെ മത്സരിച്ച് ചില സീറ്റുകളിൽ അവർ വിജയിച്ചിട്ടുണ്ട്. അവർ സ്വതന്ത്രരായിട്ടാണ് അത് മത്സരിപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. സത്യത്തിൽ 100 വർഷത്തെ പാരമ്പര്യം ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മീഡിയ വൺ പോലെയുള്ള ചാനലും അവരുടെ കയ്യിലുണ്ട്, മാധ്യമം പോലെയുള്ള ഒരു ദിനപത്രവും അവരുടെ കയ്യിലുണ്ട്. ദേശീയ തലത്തിൽ തന്നെ കോടാനുകോടി രൂപയുടെ സ്വത്ത് അവർക്ക് സ്വന്തമായിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി അംഗങ്ങൾ കൊണ്ട് ചെറിയ സംഘടനയാണെങ്കിൽ പോലും സി ദാവൂദ് ഷാലിക്കൽ, നമുക്കറിയാം മീഡിയ വണ്ണിലുള്ള അതിന്റെ മാനേജിംഗ് ഡയറക്ടറിൽ ഒരാൾ, അദ്ദേഹത്തെ പോലെയുള്ള ഇന്റലക്ച്വലുകൾ, അത് ബുദ്ധിരാക്ഷസന്മാർ എന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾ നേതൃത്വ നിരയിലുള്ള സംഘടനയിലുള്ള ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അല്ലെങ്കിൽ ആ സംഘടനയാണ് വെൽഫെയർ പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം ബുദ്ധിജീവികളാണ് യഥാർത്ഥത്തിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. പക്ഷേ ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? 100 വർഷത്തെ പാരമ്പര്യമുള്ള ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഒരു സംഘടന ഇന്ത്യ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കുന്നു. ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടായ ഒരു സാഹചര്യം
നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് SDPI എന്നുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രഖ്യാപനത്തോടു കൂടിയാണ് വെൽഫെയർ പാർട്ടിയും സമാന കാലയളവിൽ പ്രഖ്യാപിക്കുന്നത്. എന്നാൽ SDPI ഇന്ന് കേരള തെരഞ്ഞെടുപ്പിലെ മുഖ്യ ചർച്ചാ വിഷയമാണ്. കേരളത്തിൽ 100ഓളം ജനപ്രതിനിധികൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുണ്ട്. കർണാടകയിലേക്ക് പോയാൽ അത് ചില പഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ട്. കർണാടകയിലും നിർണായകമായ ഒരു സാന്നിധ്യമാണ് SDPI. തമിഴ്നാട്ടിൽ DMK-യുടെ സഖ്യകക്ഷിയായി ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുന്നു. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയമാണ്. പശ്ചിമ ബംഗാളിലടക്കം CPM-ഉമായിട്ട് സഹകരിച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ പോകുന്നത്. അതായത് നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾക്കിടയിലൂടെ ഇന്ത്യ രാജ്യത്തെ സജീവമായ സാന്നിധ്യമാകാൻ, പ്രത്യേകിച്ചും RSSന്റെ കണ്ണിലെ കരടാകാൻ SDPIക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ മറുഭാഗത്ത് വെൽഫെയർ പാർട്ടി അതിബുദ്ധി രാക്ഷസന്മാരെ പോലെയുള്ള ഈ ദാവൂദിനെ പോലെയുള്ള ആളുകൾ, നമുക്കറിയാം ദാവൂദ് മീഡിയ ഒന്നിൽ വളരെ വലിയ കാര്യങ്ങളാണ് ഓരോ പാർട്ടികളെ പറ്റിയുള്ള വിശകലനങ്ങളും ചർച്ചകളിലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ പോലെയുള്ള പ്രാഗൽഭ്യമുള്ള ആളുകൾ വഴി നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പ്രസക്തി അല്ലാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിലും ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിലും നമ്മൾ കാണുന്നുണ്ട്. എന്താണ് അതിന് കാരണം? കാരണം മറ്റൊന്നുമല്ല, രാഷ്ട്രീയ പ്രസ്ഥാനം ജനങ്ങൾക്കിടയിൽ സ്വീകാര്യമാവണമെങ്കിൽ, ജനങ്ങൾക്കിടയിൽ അതിന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടണമെങ്കിൽ, ഇന്ത്യ രാജ്യത്തടക്കം രാഷ്ട്രീയ പ്രക്രിയയിൽ നിരന്തരമായി ഇടപെടണമെങ്കിൽ കടുത്ത രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടി വരും. ഇത് ചെളിയാവുന്ന ഡ്രസ്സിൽ ചെളിയാവുന്ന വസ്ത്രങ്ങളിൽ മണ്ണ് പുരളുന്ന പരിപാടിയാണ്. കാരണം നിങ്ങൾ ഒരു സമരം നയിക്കുമ്പോൾ നിങ്ങൾക്കെതിരെ കേസുകൾ വരും. നിങ്ങൾ ഒരു സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ മർദ്ദനങ്ങൾക്ക് ഇരയായെന്ന് വരും. നിങ്ങൾ നിരന്തരമായിട്ടുള്ള രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടുമ്പോൾ മറ്റൊരു ഭാഗത്ത് RSS ഉണ്ട്, BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, ലീഗ് ഉണ്ട്, പലവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, CPM ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ ചില സമയങ്ങളിൽ കായികമായി ആക്രമിക്കും. കാരണം നിങ്ങൾ വളരെ ചെറിയ സംഘടനയാണ്. നിങ്ങൾ അംഗങ്ങൾ കൊണ്ട്, ആളംഗങ്ങൾ കൊണ്ട്, ആൾക്കൂട്ടം കൊണ്ട് ചെറിയ സംഘടനയായിരിക്കും, ചെറിയ രാഷ്ട്രീയ പാർട്ടിയായിരിക്കും. ആ സമയത്ത് നിങ്ങൾ അടിച്ചമർത്താൻ വേണ്ടി രാഷ്ട്രീയപരമായിട്ട് ഭരണകൂടത്താലും അല്ലെങ്കിൽ ഇത്തരം എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരെ ഇടപെടൽ പോലും ചിലപ്പോൾ സംഭവിച്ചിരിക്കാം. അങ്ങനെ അതിശക്തമായ രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെട്ടുകൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ മണ്ണിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ചെളി പുരളേണ്ടി വരും. അത്തരം ചെളി പുരളുന്ന അവസ്ഥയുണ്ടായാൽ ഇത്തരം നിലപാടുകളുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ സന്നദ്ധരായ സേവന പ്രവർത്തകരായ ആത്മാർത്ഥതയുള്ള പ്രവർത്തകർ നഷ്ടങ്ങൾ സഹിക്കാൻ, ത്യാഗങ്ങൾ സഹിക്കാൻ ഇത്തരം സമർപ്പിതരായ പ്രവർത്തകർ ആവശ്യമായിട്ട് വരും. പുതിയ പ്രവർത്തകരെ നിങ്ങൾ ആശയപരമായി കൊണ്ടുവരേണ്ടി വരും. യുവതയെ നിങ്ങൾ കയ്യിലെടുക്കേണ്ടി വരും. ഇങ്ങനെ നിരന്തരമായ ഇടപെടൽ നടത്തേണ്ടി വരും. അതിനുള്ള പ്രാഗൽഭ്യം അല്ലെങ്കിൽ അതിനുള്ള ആത്മാർത്ഥത, അതിനുള്ള സത്യസന്ധത, ഫാസിസ്റ്റ് വിരുദ്ധതയിൽ നിരന്തരമായ ജാഗ്രത, ഇതൊന്നും പുലർത്താൻ വെൽഫെയർ പാർട്ടിക്കും ജമാഅത്ത് ഇസ്ലാമിക്കും കഴിയുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ വെൽഫെയർ പാർട്ടിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്ന കാര്യം. സമാന കാലയളവിൽ രൂപീകരിച്ച മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയുടെ വിവിധ തെരുവുകളിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ നിരന്തരമായ ചർച്ചാ വിഷയമാകുമ്പോൾ, ആത്മാർത്ഥതയുള്ള, സത്യസന്ധതയുള്ള അല്ലെങ്കിൽ സമർപ്പിതരായ പ്രവർത്തകരാൽ സമ്പന്നമാകുമ്പോൾ, മറ്റൊരു ഭാഗത്ത് വലിയ നഷ്ടങ്ങൾ കൂടാതെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം മാത്രം നടത്താൻ ശീലിച്ച വലിയ ഉദ്ധരണികൾ കൊണ്ട് അല്ലെങ്കിൽ വലിയ എഴുത്തുകൾ കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും സമർപ്പിതരായ ആളുകളെ കിട്ടുകയില്ല. അത് നിങ്ങൾ സ്വന്തമായി നിർമ്മിച്ചെടുക്കേണ്ട ആശയപരമായ പരിസരത്ത് നിന്നും ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ടാണ് ആ ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ വെൽഫെയർ പാർട്ടി അഭിമുഖീകരിക്കുന്നത്. SDPIയെ കുറിച്ച് അവർ നിരന്തരമായി ചർച്ച ചെയ്തതിന്റെ കാരണവും ഇതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, മീഡിയ വൺ ഇത്രയും ദിവസം SDPIയെ കുറിച്ച് നിരന്തരമായ ചർച്ചകൾ നടത്തിയപ്പോൾ, അതുമായിട്ടുള്ള വിഷയങ്ങൾ നിരന്തരമായി ഉണ്ടായപ്പോൾ, ഈ വിഷയങ്ങളിൽ കൃത്യമായിട്ട് എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് പരിശോധിക്കുമ്പോൾ നേരെ പോകുന്നത് ജമാഅത്ത് ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും ഒക്കെ തന്നെയാണ്. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അത് തന്നെയാണ് വെൽഫെയർ പാർട്ടിയിൽ നിന്നും രാജിവെച്ച് മുൻ അവരുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ശ്രീജ നെയ്യാറ്റിങ്കരയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടി വ്യക്തമാവുന്നുള്ള കാര്യം.